അർജുൻ ആങ്കിയാണല്ലോ ഇപ്പൊ എല്ലായിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇന്നലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ അടക്കം പ്രധാന വാർത്ത എന്ന് പറയുന്നത് അർജുൻ ആങ്കിയുടെ അറസ്റ്റ് ആയിരുന്നു അല്ലെ. പലരും ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതൊന്നുമല്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ അർജുൻ ആങ്കിയുടെ ഭാര്യ അർജുനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആരും അത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്തില്ലെങ്കിലും ഇപ്പൊ അർജുൻ ആങ്കിയുടെ അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരി പറഞ്ഞ അന്നത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാറിയിരിക്കുകയാണ്. സോ പുള്ളിക്കാരുടെ വെളിപ്പെടുത്തലാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അന്ന് അർജുൻ ആങ്കിയുടെ ഭാര്യ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എക്സ്ട്രീം ടോർച്ചറിംഗ് ആണ് അർജുൻ ആങ്കിയുടെ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അമല പാർവതി എന്നെങ്ങാനുമാണ് ആ സ്ത്രീയുടെ പേര്. ഒരു തവണ അർജുൻ ആങ്കിയുടെ നിർബന്ധ പ്രകാരം അബോർഷന് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യം കുറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരുപാട് ടോർച്ചറിംഗ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ആ പെൺകുട്ടിയെ ഇയാൾ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ആരാണ് ഈ പറയുന്ന അർജുൻ ആങ്കി, അയാളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് ഞാൻ വിശദീകരിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ അർജുൻ ആങ്കിയുടെ ഭാര്യയുടെ ലൈവിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും ഇയാളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇയാൾ ഒരു കാലത്ത് CPM പാർട്ടി ഗുണ്ടയായിരുന്നു. പാർട്ടി ഗുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായല്ലോ. പാർട്ടിക്ക് വേണ്ടി കുത്താനും ചാവാനും നടക്കുന്ന ഒരാൾ. പാർട്ടിയുമായി ബന്ധപ്പെട്ട് എവിടെ പ്രശ്നം ഉണ്ടായാലും ഇയാൾ ഇറങ്ങിക്കോളും കുത്താനും ചവിട്ടാനും വേണ്ടിയിട്ട്. അത് കാരണം തന്നെ ഇയാൾക്കെതിരെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇയാൾ പാർട്ടിക്ക് വേണ്ടി വരുത്തി വെച്ച കേസുകളാണ് കേട്ടോ. പക്ഷെ ഇയാൾ കാണിച്ചു കൂട്ടുന്ന നെറികേടുകളും അല്ലാതായപ്പോ നൈസായിട്ട് പാർട്ടി എന്ത് ചെയ്തെന്നറിയും, ഇയാൾ അങ്ങോട്ട് ഒഴിവാക്കി. പാർട്ടിയിൽ നിന്ന് നൈസായിട്ട് അങ്ങ് തട്ടി. അത് പിന്നെ സ്വാഭാവികം. ഈ പാർട്ടിക്ക് വേണ്ടി കുത്താനും ചാവാനും നടക്കുന്ന ആൾക്കാരുടെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. ആവശ്യം കഴിഞ്ഞ് ഇവരെങ്ങനെ നൈസായിട്ട് പാർട്ടി തട്ടും. അതോടെ അത് ഇവർ അത്രയും കാലം ഇവർ പാർട്ടിക്ക് വേണ്ടി കുത്താനും ചവിട്ടാനും നടന്നതൊക്കെ വെറുതെ മാറുന്നു പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോലും അർജുൻ ആങ്കിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഉള്ളിനുള്ളിൽ അപ്പോഴും പാർട്ടി സ്നേഹമുണ്ട് കേട്ടോ. ഇയാൾ എന്നിട്ടും പാർട്ടിയെ തള്ളി പറയാൻ തയ്യാറായില്ല. എന്തായാലും പാർട്ടി പുറത്താക്കിയതോടെ ഇയാൾക്ക് ജീവിക്കണമല്ലോ. ഇത്രയും കാലം പാർട്ടിയിൽ നിന്ന് കിട്ടിയ ഫണ്ട് കൊണ്ടായിരുന്നു ഇയാൾ ജീവിച്ചിരുന്നത്. അങ്ങനെ ഇയാൾ ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നറിയോ? കള്ളക്കടത്തും മറ്റു പരിപാടികളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ഈ കള്ളക്കടത്ത് നടത്തുന്ന വണ്ടികൾ ആക്രമിച്ച് കീഴടക്കി അതിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് രക്ഷപ്പെടുന്ന പരിപാടിയും ഇയാൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു 2-3 വർഷം മുമ്പ് ഇയാൾ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി ഒരു വണ്ടി ആക്രമിക്കുകയും ആ വണ്ടിയിൽ 3-4 പേര് മരണപ്പെടുകയും ചെയ്തൊരു സംഭവം ഉണ്ടാവുന്നത്. അതിൽ ഇയാൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം ഇയാൾ ജയിലിലൊക്കെ ആയിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇയാൾ നന്നാവും വിചാരിച്ച് എവിടെ ഇയാൾ പഴയ പരിപാടി തന്നെ വീണ്ടും തുടർന്നു. അതിനിടയിൽ ഇയാൾ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇയാൾ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. ഇയാൾക്കാണെങ്കിൽ നന്നായി എഴുതിയിടാനുള്ള കഴിവുണ്ട്. ആളുകളെ കൺവിൻസ് ചെയ്ത് ഇയാൾ നന്നായിട്ട് എഴുതും. അങ്ങനെ ഇയാൾ എന്തൊക്കെ കുറെ പോസ്റ്റുകൾ എഴുതിയിടാൻ തുടങ്ങി. മെയിനായിട്ട് കോൺഗ്രസിനെതിരായിരുന്നു ഇയാൾ പോസ്റ്റുകൾ എഴുതിയിട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇയാളുടെ എയ്ത്തിന്റെ ശൈലിയോ മറ്റോ കാരണം ഇയാളുടെ പോസ്റ്റുകളൊക്കെ അത്യാവശ്യം വൈറലാവാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ ഇയാളുടെ പോസ്റ്റുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. ഇയാളുടെ പോസ്റ്റുകൾക്ക് അത്യാവശ്യം ഫാൻ ബേസും കിട്ടാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി എടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനിടയ്ക്ക് ഇയാൾ എല്ലാ ഗുണ്ടായുസവും പരിപാടിയും അവസാനിപ്പിച്ച് ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് അങ്ങ് നന്നാവാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ഒരു ഗുണ്ടയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്നെല്ലാം അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റൂലല്ലോ. പണ്ട് ചെയ്ത് കൂട്ടിയതിന് പരിണിത ഫലങ്ങളൊക്കെ അയാളെ വിടാതെ പിന്തുടരുമല്ലോ. അർജുന കേസിലും അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ഗുണ്ടായിസം എല്ലാം അവസാനിപ്പിച്ച് ഒരു ബിസിനസ് ചെയ്ത് നന്നാവുമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പറയുന്ന അർജുൻ ആങ്കിക്ക് ഒരു കോള് വരുന്നത്. ഉടനെ തന്നെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ എന്താക്കുന്നു, നേരെ കോതമംഗലം സ്റ്റേഷനിൽ ചെല്ലുന്നു. അവിടെ എത്തിയതും സംഘടിത ഗൂഢാലോചന കുറ്റത്തിന് പോലീസ് മൂപ്പർക്കെതിരെ അങ്ങ് കേസെടുക്കുന്നു. സംഭവം പോലീസുകാർ തന്നോടുള്ള ചൊർക്ക് തീർത്തതാണെന്നുള്ളതാണ് അർജുൻ ആങ്കി അവകാശപ്പെടുന്നത്. എന്തായാലും നന്നാവാൻ തീരുമാനിച്ച് തനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് ചുമത്തിയതോടെ അർജുൻ ആങ്കി വെറുതെ ഇരുന്നില്ല. മൂപ്പർ എന്താക്കി, തനിക്കെതിരെ കേസെടുത്ത് പോലീസുകാരനെ തെറി വിളിച്ചുകൊണ്ട് 4 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. അതുകൂടാതെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പുള്ളിക്കാരന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്. ഞാൻ ആ പോസ്റ്റ് സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. അതിന്റെ അവസാനം പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്കെതിരെ എടുത്ത കേസിൽ ഒരു പുനരന്വേഷണം നടത്തിയിട്ടില്ല എങ്കിൽ മന്ത്രിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ പൊന്നാട് അണിയിക്കും എന്നുള്ള രീതിയിൽ മൂപ്പർ ഒരു ഭീഷണിന്റെ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ അർജുൻ ആങ്കിക്ക് ഒരു വിനയായി മാറിയത്. ഇതോടെ എത്രയും പെട്ടെന്ന് അർജുൻ ആങ്കി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഉത്തരവുണ്ടാകുന്നു. അതോടെ അർജുൻ ആങ്കി എന്താക്കി, നൈസായിട്ട് അങ്ങോട്ട് മുങ്ങി. 2-3 ദിവസം മൂപ്പര് ഒളിവിലൊക്കെ ആയിരുന്നു. അതിന്റെ അടുക്ക് മൂപ്പര് ഒളിവിൽ പോയ സാഹചര്യത്തിൽ ഒരു ലൈവ് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണും. എന്തായാലും അവസാനം പോലീസ് ഇയാളെ തേടി കണ്ടുപിടിച്ചു കേട്ടോ. വളരെ നല്ല കാര്യം. ഇപ്പൊ നിലവിൽ ആള് പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. എന്തായാലും ഇത്രയുമായ സാഹചര്യത്തിൽ ഒരു 3 ദിവസം മുമ്പ് ഈ പറഞ്ഞ അർജുൻ ആങ്കി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആണെങ്കിൽ അതിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് വായിച്ചു തരാം. എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. കോതമംഗലം വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് പോസ്റ്റാണ്, കുറച്ച് നീണ്ടതായിരിക്കും. 2023 വരെ ചെയ്തതും ചെയ്യാത്തതുമായ പലവിധ കേസുകളിലും പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടന്നയാളാണ് ഞാൻ. അതിനുശേഷം 2026 മെയ് മാസം വരെ യാതൊരുവിധ കേസുകളിലും പ്രതിയല്ലാതെ ഉണ്ടായിരുന്ന കേസുകളുടെ എണ്ണം 4 മാത്രം ബാക്കിയുള്ളയാളാണ് ഞാൻ. കോതമംഗലത്ത് അരുൺ എന്ന ആളുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതായിരുന്നു ഞാനും എന്റെ സുഹൃത്തുക്കളും. അതിന്റെ തലേ ദിവസത്തെ ആഘോഷ പരിപാടികളെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കി ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് 10ഓളം ജീപ്പുകളിൽ ഒരു കൂട്ടം പോലീസുകാർ പുലർച്ചെ 4 മണിക്ക് കയറി വന്നു. ഞങ്ങളെ 10 പേര് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വാറണ്ടോ
മറ്റും ഉണ്ടോ എന്ന് പരിശോധിച്ച് വിടാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഉച്ചവരെ സ്റ്റേഷനിൽ ഇരുത്തി വാറന്റുകളൊന്നും ഇല്ല എന്ന് മനസ്സിലായിട്ടും ഞങ്ങളെ വിട്ടയച്ചില്ല. എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം ഫോണുകൾ പിടിച്ചെടുത്തതിന് ശേഷം വൈകിട്ട് 3-3:30 10 പേരിൽ ഞങ്ങൾ അടങ്ങുന്ന 6 പേരെ മറ്റൊരു മുറിയിലേക്ക് വിളിച്ചു വരുത്തി. നിങ്ങൾക്കെതിരെ സംഘടിത കുറ്റകൃത്യത്തിന് കേസെടുത്തിട്ടുണ്ട്, സ്റ്റേഷൻ ജാമ്യമില്ല, കോടതിയിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്തോളൂ എന്ന് പുതുക്കിയ നിയമപുസ്തകം ഭാരതീയ ന്യായ സംഹിതയ്ക്ക് മുന്നിൽ മണിക്കൂറുകളോളം ഇരുന്ന് ചികഞ്ഞ് നമുക്കെതിരെ പ്രയോഗിക്കാനുള്ള വകുപ്പ് തരപ്പെടുത്തിയതിന്റെ ആലസ്യത്തോടെ സർക്കിൾ ഏമാൻ പറഞ്ഞത്. ഒരു തരത്തിലും ജാമ്യം കിട്ടിപ്പോരുതെന്ന ഉദ്ദേശത്തിൽ കോടതി സമയം തീർന്ന് പാതിരാത്രി ആവുന്നത് വരെ ഞങ്ങളെ അവിടെ തന്നെ ഇരുത്തി ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജയിലിൽ അയക്കുക എന്ന അയാളുടെ തീരുമാനം നടന്നു. പ്രണവിന് തലയ്ക്ക് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്ന തൊട്ടടുത്ത ദിവസം അരുണിന്റെ വീട്ടിലാണെങ്കിലും ഭാര്യ ഒറ്റക്കാണ്. നമ്മളോടൊപ്പം പ്രതി ചേർക്കപ്പെട്ട 2 പേരെയും എനിക്ക് പരിചയമേ ഇല്ല. അവർ കല്യാണം കൂടാൻ വന്നതായിരുന്നു. പാവം അതിലൊരുത്തന്റെ കല്യാണം അടുത്ത ആഴ്ച നിശ്ചയിച്ചിരുന്നു. ഞാനും ആദർശും പുതിയ സംരംഭം തുടങ്ങാൻ കമ്പനി രജിസ്ട്രേഷനൊക്കെ ചെയ്ത് സ്റ്റാർട്ടപ്പിന്റെ പണിപ്പുരയിലായിരുന്നു. അതിന്റെ എല്ലാം ഡാറ്റകളും അവന്റെ ഫോണിലുണ്ടായിരുന്നു. എല്ലാ ഫോണും പോയി. അങ്ങനെ കേസൊന്നുമില്ലാതെ പുതിയൊരു ജീവിതം പടിപടിയായി കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ 6 പേരെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരാൾ കാക്കി ഉടുപ്പ് കൊണ്ട് തകർത്ത് താറുമാറാക്കി. ഡാൻസ് കളിച്ച് സ്റ്റോറിട്ടത് എന്തിനായിരുന്നു? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയതെന്നായിരുന്നു എന്നെ സ്വകാര്യം വിളിച്ച് ചോദിച്ചത്. പിടികിട്ടാപ്പുള്ളിയോ തീവ്രവാദിയോ അല്ലാത്ത ഞാൻ ഡാൻസ് കളിച്ചതിന് എന്താണ് ഇത്ര കുറ്റം? നിങ്ങളായിരുന്നു എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുക പ്രതികരിക്കുക? കിട്ടി കേസ് വാങ്ങി ജയിലിലും കിടന്ന് നരകിച്ച് കഷ്ടപ്പെട്ട് ജാമ്യം എടുത്ത് വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങുമോ? എനിക്കത് പറ്റില്ല. ജീവിതം അവതാളത്തിലാക്കപ്പെട്ട മനുഷ്യന് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ്. ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല കാര്യങ്ങളെന്ന് ബോധ്യമുള്ളവന് ഭയപ്പെടേണ്ടതില്ല. മകനുണ്ടായതിനു ശേഷം യാതൊരുവിധ അബദ്ധത്തിനും ചെന്ന് ചാടാതെ ജാഗ്രത പാലിച്ച് നടന്നിരുന്ന എനിക്ക് അവന്റെ സാന്നിധ്യം പോലും അന്യമാക്കുന്ന വിധം ഒരു പടുകുയിലേക്ക് എടുത്തെറിയപ്പെടുത്ത വേദന ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ നീളുന്ന പോസ്റ്റ്. ഞാൻ ഈ പോസ്റ്റിൽ തുടക്കം മാത്രമാണ് വായിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അർജുന എനിക്ക് പറയുന്നുണ്ട്. എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? സുഹൃത്തിന്റെ കല്യാണത്തിന് സമയത്ത് സുഹൃത്തുക്കളുമായി ഒത്തുചേർന്നൊന്ന് ജോലിയാക്കിയതിന്റെ പേരിൽ, അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിന്റെ പേരിൽ അർജുന ആങ്കിക്കെതിരെയും സുഹൃത്തുക്കൾക്കെതിരെയും സംഘടിത കുറ്റകൃത്യത്തിന് കേസെടുത്തു. 1-2 ദിവസം ജയിലിൽ ഇടുകയും ചെയ്തു. ഇതിന് ചൊർക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതാണ് ഇപ്പൊ അർജുന ആങ്കിക്ക് വിനയായിട്ട് മാറിയിട്ടുള്ളത്. ഇതാണ് ഇപ്പൊ ഇത്രയും സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അർജുൻ ആങ്കിയുടെ ഭാര്യ നടത്തിയ വെളിപ്പെടുത്തലിലേക്ക് വരാം. നമ്മൾ എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. എന്റെ പേര് അമല. അപ്പോൾ ഞാനിപ്പോൾ ഈ ലൈവ് വന്നേക്കുന്നത് ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ മീൻസ് പോലീസുകാർ തന്നെ ഒരു ഈ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ഒരു വീട്ടിലാണ് താമസിപ്പിച്ചിട്ടുള്ളത് ഇന്ന് രാത്രിയിലത്തേക്ക്. അപ്പോൾ ഞാനൊരു റിലേഷൻഷിപ്പിലായിട്ട് കല്യാണം കഴിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ 2019 ഓഗസ്റ്റിലാണ് അർജുൻ ആയിങ്കി എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുന്നതും കല്യാണത്തിന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവുന്നതും. അത് കഴിഞ്ഞ് ഒരു 10 മാസത്തോളം കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞ് 2021 ഏപ്രിൽ 8-നാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ഒരു 2020 ജൂണിൽ പുള്ളിക്കാരൻ എന്നെ കണ്ണൂരേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾ ഒന്നിച്ച് ഒരു 3-4 മാസം ഒരു വീട്ടിൽ താമസിക്കുകയും അതിനുശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചു 2021 ഏപ്രിൽ 8-ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുള്ളിയുടെ കൂടെ ഞാൻ താമസിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ 1.5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പുള്ളി നിർബന്ധിച്ച് എന്നെ അബോർഷൻ ചെയ്യിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 2021 ഏപ്രിൽ 8-ന് കല്യാണം കഴിച്ചു. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് 2019 ഓഗസ്റ്റിൽ ഇവർ പരിചയപ്പെടുന്നു. 2020 ഇവർ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ഈ പറയുന്ന അമല പാർവതി ഗർഭിണിയാകുന്നു. പക്ഷെ അർജുൻ ആങ്കിയുടെ നിർബന്ധ പ്രകാരം പുള്ളിക്കാരെ അത് അബോർട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം 2021 ഇവർ വിവാഹിതരാകുന്നു. ഇത്തരമാണ് ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഇതിനു ശേഷമാണ് തനിക്ക് നേരിടേണ്ടി വന്ന എക്സ്ട്രീം ടോർച്ചറിങ്ങും മറ്റും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന അമല പാർവതി തുറന്നു പറയുന്നത്. കുറച്ച് ലെങ്ത് ഉണ്ട് ക്ലിപ്പ്. എന്തായാലും നിങ്ങളൊന്ന് കേട്ടോക്കി. കട്ട് ചെയ്ത് കളയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കളയാത്തത്. എന്തായാലും ഒന്ന് കേട്ടോക്കി. ഞാൻ കരുതിയിരുന്നത് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണെന്ന്, ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇയാളുടെ റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് ഈ പുള്ളിയുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. ഇയാളുടെ കയ്യിലുള്ള മുഴുവൻ ഇയാൾക്ക് ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കുന്നത്, ഇയാളുടെ വണ്ടിയുടെ ലോൺ വരെ ഞാൻ അടച്ചിട്ടുണ്ട്. ഇയാളുടെ ചെവിയിൽ കുത്തുന്ന ഹെഡ്സെറ്റ് വരെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ അമ്മ എനിക്ക് ചെലവിന് തരുന്ന പൈസ. ഒരു സഹതാപം തോന്നുന്ന ഫാമിലിയിലൊന്നുമല്ല, വളരെ അന്തസ്സായിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത്. ബോർഡിങ്ങിനൊക്കെ പഠിച്ചു. ഒരു ബുദ്ധിമുട്ട് ഞാൻ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചു. എന്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞങ്ങൾ കല്യാണം റിലേഷൻഷിപ്പ് പുള്ളി ഞങ്ങൾ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു. പൊളിറ്റിക്കലി പുള്ളിയുടെ പേര് എല്ലായിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പഠിക്കാൻ വേണ്ടി പുറത്തു പോയ സമയത്താണ് ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ
ഞാൻ ഇമോഷണലി വീക്ക് ആയിരുന്ന സമയത്താണ് ഈ പുള്ളിക്കാരനായിട്ട് റിലേഷൻഷിപ്പ് വന്നത്. പലതവണ ഈ പുള്ളിക്കാരനെ ഞാൻ ക്യാഷ് കൊടുത്തു, ഫിനാൻഷ്യലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പുള്ളിക്കാരന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇവൻ കാശിന് വേണ്ടിയിട്ടാണ് നിന്നോട് സ്നേഹം കാണിക്കുന്നത്. പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല, ഇന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ സിൻസിയറായിട്ട് തന്നെയാണ് പുള്ളിയോട് നിന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു 3-ാം മാസം. മുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് മുന്നും ശാരീരികമായിട്ട് എന്നെ ദേഷ്യം വന്നാൽ നല്ല ഉപദ്രവിക്കുന്ന ആളാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്ന ആരും വിശ്വസിക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പുള്ളി ഫേസ്ബുക്കിൽ എന്നെ മോശപ്പെടുത്തിക്കൊണ്ട് പോസ്റ്ററുകൾ ഇടാറുണ്ട്. ഞാൻ എന്തോ ഭയങ്കര ഭീകര ജീവിയാണെന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ വഴി ന്യൂസ് വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇയാളുടെ കേസ് വന്ന സമയത്ത് എന്നെ മാത്രമാണ് എല്ലാവരും ടോർച്ചർ ചെയ്തത്. യൂട്യൂബിലൊക്കെ എന്നെ പറ്റി വരുന്ന കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പല നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റാതെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെ പറ്റി എല്ലാവരും മോശമായിട്ട് പറയുന്നതുകൊണ്ട് കസ്റ്റംസിന്റെ അടുത്ത് 2 ദിവസം എന്നെ ചോദ്യം ചെയ്യാൻ കൊണ്ടിരിക്കുന്ന ദിവസം എങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ മോശമായിട്ട് പറയാം, അത്രയും അവരെന്നെ മോശമായിട്ട് പറഞ്ഞിട്ട് പോലും ഒരു തവണ പോലും ഞാൻ ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇയാളോട് നല്ല സ്നേഹത്തോടെ നിന്നിട്ടുണ്ട്. ഇയാൾക്ക് കേസ് വന്നപ്പോഴാണെങ്കിലും ജാമ്യം എടുക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഞാൻ ഇയാളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു രീതിയിൽ ഞാൻ ഒരിക്കൽ പോലും ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല, ഇയാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടില്ല. എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പം ഇനി പൊളിറ്റിക്കലി ഞാൻ ഉദ്ദേശിച്ചത് ഇയാളൊരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണെന്നല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആകുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കലി എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യം തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഞാനൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള ആളായിരിക്കണമെന്നില്ല. ഇയാൾ ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്നും ഇയാൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും പലതവണ എന്നോട് സോഷ്യൽ മീഡിയയിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പൊളിറ്റിക്കലി എന്ന് പറഞ്ഞത്, അല്ലാതെ പുള്ളിക്കാരൻ പൊളിറ്റിക്കലി വലിയ സംഭവമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കമന്റ് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 2-ാം തവണ ഈ പുള്ളിക്കാരന് കേസ് വന്നു. അതിനിടയിലൊക്കെ പലതവണ ഇയാൾ ആദ്യ തവണ ജയിലിൽ കിടന്ന സമയത്ത് ഇയാളുടെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല ടോർച്ചർ ഉണ്ടായിരുന്നു. ഞാൻ ഇയാളോട് പരാതി പറയുമ്പോഴൊക്കെ ഇയാൾ പറഞ്ഞത് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടും എല്ലാവർക്കും മോശം മാനസികാവസ്ഥയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 2-ാമത്തെ തവണ ഞങ്ങൾ തമ്മിൽ ഇയാൾക്ക് കേസായി. ഇയാൾ ഓഗസ്റ്റ് 27-നാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 27-ാം തീയതി ഞാൻ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാളെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അതിനുശേഷം ഇയാളെ ഞാൻ മഞ്ചേരി ജയിലിൽ പോയി ആഴ്ചയിൽ 2 ദിവസം കാണുകയും എല്ലാ കാര്യങ്ങളും കേസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഞാനാണ്. വക്കീലിനെ വെച്ച് ജാമ്യം എടുത്തത് ഞാനാണ്. എല്ലാം പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ തെറിയാ പറയുന്നത്, നീ എന്തൊന്നും ചെയ്യാതെ. അതിനോട് ഇയാളുടെ ഒരു സുഹൃത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരൻ ഇയാളോട് ജയിലിൽ കിടന്നത്. അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിൽ പഠിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ പോലീസ് സ്റ്റേഷൻ കോടതി കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ ഈ ക്രിമിനൽസിനെയൊക്കെ കുറിച്ച് ജഡ്ജിയുടെയും വക്കീലന്മാരുടെ കസേരയിൽ എത്തിയാൽ പോരെ. ക്രിമിനൽസിനെ ഹാൻഡിൽ ചെയ്തിട്ട് പോലീസും കോടതി ഒന്നും ഇവിടെ വേണ്ടല്ലോ. അവരെ ഏറ്റവും കൂടുതൽ കോടതി പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുള്ളവർ. അപ്പൊ അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഇയാളുടെ കേസ് 2 മാസത്തോളം നീണ്ടു നിന്നു. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ആ സമയത്ത് ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു പരാതി പോലും പറയാം, ഒരു വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, ഒരു തവണ പോലും വന്നിട്ടില്ല. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇയാളോട് പോലും എനിക്ക് മടുത്തു എന്ന് പോലും എനിക്ക് വയ്യെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഇടയിൽ ഒരിക്കൽ രാവിലെ ഞാൻ പോരുന്ന വഴിക്ക് ഇയാളുടെ അയ്യന്റെ ബൈക്കിൽ നിന്ന് ഞാൻ ആക്സിഡന്റ് ആയി വീണു. വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണു. എന്റെ തലയൊക്കെ പോയിടിച്ച് എനിക്ക് എന്റെ ഡ്രസ്സ് കഴുക്കായി, കൈയൊക്കെ മുറിഞ്ഞ്. ഞാൻ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചത് വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് പറ്റുമെന്നല്ല, ആ അനിയനൊക്കെ അല്ലേ, വണ്ടി ഒക്കെ അല്ലേ. എന്നാൽ എന്റെ കയ്യിൽ ചോര ഇരുന്നിട്ട് പോലും എന്നോട് ഹോസ്പിറ്റലിൽ പോകുന്നു ഒന്നും ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് കല്യാണം കഴിഞ്ഞെന്ന് പറയും. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ലൈവ് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ആക്ച്വലി ഞാൻ എന്നിട്ട് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം, അത് ഒരു ഒക്ടോബർ 28-നാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്, രാത്രിയായി. അപ്പൊ ഇതേ സമയത്ത് നമ്മൾ എടുത്തു പറയുന്നത് ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ സുഹൃത്തിന്റെ ഭാര്യമാരെ, ഇയാളുടെ കൂടെ ജയിലിൽ കിടന്ന 2 സുഹൃത്തിന്റെ ഭാര്യമാരെ പറ്റി ഞാൻ അന്വേഷിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ആ പെൺകുട്ടിയെ ഞാൻ ഇടയ്ക്ക് പോയി കാണുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനായിരുന്നു. അത്യാവശ്യം എല്ലാം ഫോൺ റീചാർജ് കൊടുക്കുന്ന ഞാനായിരുന്നു. ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇയാളുടെ സുഹൃത്തുക്കളും ഇയാളെല്ലാവരും ജയിലിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങി. നവംബർ 10-ാം തീയതി വരെ, എന്ന് വെച്ചാൽ 10, 12, 13 ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനിടയിൽ 10-ാം തീയതി രാത്രി ഈ പുള്ളിക്കാരൻ വീട്ടിൽ പോയി. അപ്പൊ 10-ാം തീയതി രാത്രി എനിക്ക് ഒരിക്കലും ഇതൊന്നും ഒരു പബ്ലിക് സ്പേസിൽ പറയണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇനി ഞാൻ ചിലപ്പോൾ ഞാൻ സർവൈവ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരിക്കും. പക്ഷെ അതിന് പൂർണ്ണമായിട്ടുള്ള കാരണക്കാരൻ അർജുൻ ആയിയാണെന്ന് ഞാൻ പറയില്ല, അർജുൻ ആയിയുടെ വീട്ടുകാരാണെന്ന് ഞാൻ പറയും. കാരണം എന്റെ ഹസ്ബൻഡിനെ എന്നെ തമ്മിൽ തെറ്റിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ആൾ അർജുൻ ആയിയുടെ ബ്രദറും അർജുൻ ആയിയുടെ അമ്മയുമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും. ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടുന്ന കാര്യം 2ാമത് എടുത്തുന്ന കാര്യമാണ്. ആദ്യത്തെ കാര്യം ഇയാൾ ഊരിയെടുത്തു. അത് മിച്ചമാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല. ഞാൻ ഒരാളോട് ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഇമോഷണലി ഞാൻ വീക്കാണെന്ന് അറിയാമായിരുന്നിട്ടും എന്നോട് റിലേഷൻഷിപ്പാണ്, സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇയാളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട്. എന്റെ കോളേജിലെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വലിയ ക്യാഷുള്ള ആളായതുകൊണ്ടല്ല, എന്റെ കയ്യിൽ ഇരിക്കുന്ന പിച്ച കാശ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്റെ അമ്മ എനിക്ക് ഇട്ട് തരുന്ന ചെറിയ പോക്കറ്റ് മണി, എന്റെ കയ്യിൽ കാണുന്ന ചെറിയ സ്വർണ്ണം, അതൊക്കെ വിറ്റിട്ടും പണയം വെച്ചിട്ടും ചിലവിന് കിട്ടിയ പൈസയൊക്കെ ഞാൻ ഇയാൾക്ക് കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് ആ സമയം ഞാൻ ഇമോഷണലി അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരിക്കലും എന്നെ വിട്ടു പോകരുത് എന്നുള്ളൊരു ഇമോഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. ഇത് കാണുന്ന കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും നീ ആണ് ഇതൊക്കെ വരുത്തി വെച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമായി, ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിനുകൂടി ഇയാളുടെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, എന്റെ മോന് നല്ല വെളുത്ത് സുന്ദരി പെണ്ണിനെ കിട്ടുമെന്ന് അച്ഛൻ എപ്പോഴും പറയും.
എപ്പോഴും അത് പറഞ്ഞ ഒരു ടോസ്റ്റർ ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഗ്ലൂട്ടാത്തയോണിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു കോഴിക്കോട് ഒരു ലിസ ക്ലിനിക്കിൽ. കാരണം ട്രീറ്റ്മെന്റ് എടുത്താൽ വെളുക്കുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് വെളുത്ത് കഴിഞ്ഞാൽ അവരുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടില്ല. ഞാൻ അച്ഛനോട് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അത്രയും കളർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടില്ല. അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പോട്ടെ. അപ്പൊ 10-ാം തീയതി ആ പ്രശ്നം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ വണ്ടി കയറി ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. രാത്രി ഇയാളുടെ വീട്ടിലേക്ക് പോയി എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഇയാളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. രാവിലെ ഇയാൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല നിങ്ങളുടെ കൂടെ, എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, അമ്മ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അയ്യേട്ടനെ ഒന്നാമത് തോറ്റ് നിൽക്കുക, നീ ഏട്ടനെ തോപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇയാളുടെ കൂടെ തിരിച്ചു വന്നു. അപ്പോൾ ഒരു സ്ത്രീ സ്നേഹത്തിന് വേണ്ടി എത്രത്തോളം താഴാവും അതിനേക്കാൾ താഴേക്ക് ഞാൻ പോയി. എനിക്ക് അത്രയ്ക്ക് ഇപ്പോഴും എനിക്ക് അയാളോട് സ്നേഹമാണ്. ഇപ്പം അയാൾ എപ്പോഴും പറയുന്നത് എന്നെ ഇത്രയും കുറ്റം പറയുന്നത് നിനക്ക് എങ്ങനെയാണ് എന്നോട് സ്നേഹം നീ പറയുന്നത്? എനിക്കറിയില്ല, നമുക്ക് എല്ലാ മനുഷ്യരും അല്ല, ഒരു 50% ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അതാണ് ഇത്രയൊക്കെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഇത്രയൊക്കെ ടോർച്ചറിങ് ചെയ്തിട്ടും അവൾ അവന്റെ കൂടെ ജീവിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. സൗന്ദര്യത്തിന്റെ പേരും പറഞ്ഞും അല്ലാതെയും അയാളും അയാളുടെ കുടുംബവും ഇവൾ ഒരുപാട് ദ്രോഹിച്ചു അല്ലേ. പക്ഷെ എന്നിട്ടും കൂടെ നിൽക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ അവസാനം അവൾ തിരിച്ചറിയുകയാണ് തന്റെ ഭർത്താവിന് മറ്റൊരുത്തിയുമായി റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ അവിഹിതം പൊക്കിയതോടു കൂടിയാണ് അർജുൻ ആൻഗ്യുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാമെന്ന് അമല പാർവതി തീരുമാനിക്കുന്നത്. എന്തായാലും അർജുന്റെ അവിഹിതം പൊക്കിയതിന് ശേഷം ഈ പറയുന്ന അമല എന്താക്കി, അർജുൻ ആൻഗ്യയുടെ അമ്മയുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു, നിങ്ങളുടെ മകന് ഇന്ന റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ഞാൻ പൊക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അന്നേരമുള്ള അമ്മേന്റെ മറുപടി എന്താണെന്ന് അറിയോ? അവന് കഴിവുണ്ട്, അവന് സാമർത്ഥ്യം ഉണ്ട്, ആ സാമർത്ഥ്യം വെച്ച് അവന് പെമ്പിള്ളേര് വീഴ്ത്തും, അതിന് നിനക്ക് എന്താന്നുള്ള രീതിയിൽ. ഈ രീതിയിലാണ് അമ്മായിമ്മ മറുപടി കൊടുക്കുന്നത്. നല്ല ബെസ്റ്റ് അമ്മായിമ്മ തന്നെ. അതിനെക്കുറിച്ച് അമല പറഞ്ഞൊന്ന് കേട്ടോക്കാം. കറക്റ്റായിട്ട് ആ പേര് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ ഈ സിനിമയും ജീവിതമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ തോന്നുന്നു ഇനി ഞാനറിയാതെ എന്റെ ലൈഫ്, കാരണം കറക്റ്റ് നമുക്കൊരു പ്രശ്നം വന്ന് നമ്മൾ മെന്റലി വീക്കായി നമ്മളെ ഇവർ ചതിച്ചു കഴിഞ്ഞ് ആ ഫേസ് പുറത്ത് കാട്ടി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഭ്രാന്താണെന്നായിരിക്കും. ഈ പുള്ളിക്കാരൻ ഈ അഫെയർ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞു. ഞാൻ പിടിച്ചു കഴിഞ്ഞു പിള്ളേരുടെ അമ്മയോട് ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ മോന് അതോട്ടെ നിങ്ങളുടെ മോനെ എന്തൊരു ബന്ധമുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് എന്നോട് പറയാം, ഇത് എന്നോടാണ് പറയുന്നത്, ഞാൻ എന്റെ അമ്മയോട് പറയാം, അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിലുള്ള ആളുകളോട് പറയണം. എനിക്ക് ഏറ്റവും സേഫ് ആയിട്ട് വരുന്ന സ്പേസിൽ. അപ്പൊ അവർ അമ്മ പറഞ്ഞിട്ടുണ്ട് അവരുടെ മോന് സൗന്ദര്യം കഴിവുള്ളതുകൊണ്ടാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അത് അവരുടെ ഫാമിലി ഇഷ്യൂസ്, അതിലും ഞാൻ ഇടപെടില്ല. അമ്മക്ക് ആർക്ക് സൗന്ദര്യം കഴിവുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ മകന് പെണ്ണിനെ കിട്ടും. അത് ഇന്നലെ അവരെന്ന് പറഞ്ഞു എനിക്ക് ഇനി ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. നിങ്ങൾക്ക് സംശയം ഞാനിപ്പോ ലൈവായിട്ട് വരാം. പോലീസ് സ്റ്റേഷൻ വെച്ച് ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ കള്ളം പറയേണ്ട ആവശ്യമില്ല. പോലീസ് എന്താ പോലീസുകാരുടെ കണ്ണൂർ എന്താ പോലീസ് തിരി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു മുന്നിൽ വെച്ചാൽ പറഞ്ഞു എനിക്ക് ഇനിയും ബന്ധങ്ങളുണ്ട്, ഞാൻ ഇനിയും പോകും, എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, എനിക്ക് റിലേഷൻഷിപ്പ് കിട്ടും, എനിക്ക് അതിനുള്ള കഴിവും പ്രാപ്തി ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവനെ കണ്ടല്ലേ തെങ്ങുമല കെട്ടിട്ടടിക്കണം ഉള്ളത് പറയാലോ. ഇങ്ങനെയൊക്കെ ഭാര്യ അവിധം പൊക്കിയിട്ടും ഞാൻ ഇനിയും റിലേഷൻഷിപ്പിൽ പോകും, എനിക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ട് എന്ന് ഇവന് പറയണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ധൈര്യങ്ങൾ നോക്കണേ. സംഭവം ഇവന് ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, ഇവരെന്ത് പറഞ്ഞാലും കൈയടിക്കാൻ കുറച്ച് പെണ്ണുങ്ങളും ഉണ്ട്, കുറച്ച് ചെക്കന്മാരും ഉണ്ട്. ആ ഒരു ധൈര്യം കൊണ്ടാണ് ഇവന് ഈ ഡയലോഗ് അടിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇവന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ആദ്യം സസ്പെൻഡ് ചെയ്യണം. ഇവനൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ ഇവനങ്ങ് പൂട്ടണം, എന്നാൽ മാത്രമേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ. എല്ലാവരും പറഞ്ഞേ നോക്കണേ, എനിക്ക് ഇനിയും കഴിവുണ്ട്, ഞാൻ ഇനിയും പെമ്പിള്ളേര് തേടി പോകുന്നൊക്കെ. കഷ്ടം. ബാക്കി കേട്ടോക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യാതെ ഫേസ്ബുക്കിൽ കിടക്കല്ലേ ഫാൻസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും ഏകദേശം നാണമില്ലെന്ന് ചോദിക്കുന്നത്. ഇയാളുടെ പോസ്റ്റിൽ താഴെ കുറെ പെണ്ണുകൾ കുറെ ആളുകൾ എല്ലാവരും കമന്റ് സപ്പോർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും ഡെവലപ്ഷൻ ബോധമില്ലേ, നിങ്ങളൊന്നും സൊസൈറ്റിയിൽ തന്നെ ജീവിക്കുന്നത്. ഇതുപോലെ ക്രിമിനൽസ് എന്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതുകൊണ്ടാണ് ഇവരൊക്കെ വളരുന്നത്, ഇതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലുള്ള കുട്ടികളുടെ ലൈഫ് സ്കൂളിലായിട്ട് പോകുന്നത്. സത്യമാണ്. എന്ത് കണ്ടിട്ടാണ് ഇവനെ പോലുള്ള ക്രിമിനൽസിനൊക്കെ ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇവന് വീണ്ടും വീണ്ടും ഇവനെ പോലുള്ള ആളുകൾ അവിധത്തിന് പോകുന്നത്, ഗുണ്ടായിസം കാണിക്കുന്നതും. ഈ സപ്പോർട്ട് നിന്നാൽ താനെ ഇവൻ ഈ പരിപാടിയൊക്കെ നിർത്തിക്കോളും. അതിനാകെ ചെയ്യാനുള്ളത് ഇവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതുടനെ പോലീസ് ചെയ്യുമെന്ന് കരുതുന്നു. എന്തായാലും ബാക്കി കേട്ടോക്കാം. അപ്പോ അതുപോലെ അപ്പോ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇയാൾ മാറി വരുന്നു. അപ്പോ അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ അന്ന് അയാളുടെ വീട്ടിൽ പ്രശ്നമായി എന്നെ തിരിച്ചു വിളിച്ചു കൊടുക്കും. അയാളുടെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ തിരിച്ചു വന്നിട്ട് എന്റെ മുടിക്ക് ഒത്തിരി ചില വലിച്ച് കൊണ്ടുവന്നു പുറത്തേക്ക് ഇട്ട് പറഞ്ഞു എനിക്ക് ചടങ്ങിനെ പറഞ്ഞിട്ട് കോംപ്രമൈസ് ആണെന്ന് ആ സമയത്ത് എന്റെ അമ്മേനെ കുറെ പേര് പറഞ്ഞു. എന്റെ അമ്മ തിരിച്ചു വരുവാണെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ ഒരു പെൺകുട്ടിയെ വളർത്തി പഠിപ്പിച്ച് അതിനുശേഷം ആ പെൺകുട്ടി ഓരോരുത്തരും കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞു. എന്റെ വീട്ടിൽ പോലീസ് വന്നു. ഞാൻ വിലങ്ങ് വെച്ച് എന്റെ വീട്ടിൽ പോലീസ് വന്നു. എന്റെ വീട് മുഴുവൻ അടിച്ചു നോക്കി ഇയാളെ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു തെറ്റ് ചെയ്തു. ഭാവം മനുഷ്യൻ ഹൈദരാബാദിലേക്ക് വർക്ക് ചെയ്യുകയാണ്. അതിന് വരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് പോലും എന്റെ വീട്ടിൽ ആരും ഇങ്ങനെ മോശത്തിൽ ഒരു വാക്കോ ഇയാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ അന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു പരാതി ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഇയാൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്നെ അന്ന് എന്നെ അമ്മയുടെ പേര് മോളെ അങ്ങനെ തന്നെ വിളിച്ചപ്പോ അത് കഴിഞ്ഞിട്ടുള്ള വാക്ക് മോളെ നിന്റെ മോക്ക് പ്രാന്തായി, നീ നിന്റെ മോളെ കൊണ്ട് പോയി ചാവടി, അങ്ങനെയൊക്കെ എന്റെ അമ്മേനെ പറഞ്ഞു.
അപ്പോ അങ്ങനെ എന്തെല്ലോ അങ്ങനെ പറഞ്ഞു. അമ്മ ഭയങ്കര വീക്കായി. അമ്മ അങ്ങോട്ടും തെറി പറഞ്ഞു. അമ്മ തെറി പറഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ വിഷയം. അത് ഇയാൾ പറഞ്ഞിട്ടായിരിക്കും, അല്ലാതെ നമ്മുടെ മാനേജ് പഠിക്കും. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അവരുടെ മകളാണ് അനുഭവിക്കുന്നത്. അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്തേ പറ്റും. കാരണം അവർ എന്താ 2 മാസം മുമ്പ് അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ അയക്കും. ബദാം, പിസ്ത, അത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, ഓരോരുത്തരോട് ചോദിക്കും എന്താ വേണ്ടത് ചോദിച്ചിട്ട് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കും. കുളിക്കാൻ അനിയുണ്ട്. ഇന്നലെ ഞാൻ ആ വീട്ടിൽ ചെന്ന സമയത്തിന് ഏറ്റവും കൂടുതൽ ചക്കൻ വേദന കൊണ്ട് ഒരാൾ സംസാരിക്കുന്നു. ഓർക്ക് സംസാരിക്കാൻ ആ ചക്കന് വൈകി പറഞ്ഞു. ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സ്വന്തം അനിയനെ പോലെ അവന്റെ ഭക്ഷണ കാര്യം എല്ലാ കാര്യങ്ങളും ഞാൻ കോളേജ് നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ആവശ്യത്തിന് പൈസ കൊടുക്കും, ഞാൻ നോക്കിയിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ചെക്കൻ പോലും ഇത്രയും വലിയ ക്രിമിനൽസിനെ പോലെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ചെക്കൻ എന്നോട് ദേഷ്യപ്പെടും. എന്നെ 20 വയസ്സുള്ള ആ ചെക്കൻ എന്നോട് ഭയങ്കരമായിട്ട് വൈകുന്ന ആളാണ്. അപ്പം അതുപോലെ അതൊക്കെ നോക്കിയിട്ട് അപ്പൊ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്ത് പറ്റും. അതൊന്നും തെറ്റല്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഞാൻ ആ ഗുളിക ഞാൻ എന്റെ ഫ്രണ്ട്സിലെ പോയി ദിവസം ആ ഡോക്ടറിൽ നിന്ന് ഗുളിക 40 ഗുളിക നോക്കി 10 കഴിച്ചാൽ മരിക്കും. അപ്പൊ ഞാൻ 40 ഒന്നിച്ചെന്ന് കഴിച്ചിട്ട് എനിക്ക് ഉറപ്പായിരുന്നു മരിക്കുമെന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട് സിബിനെ ഞാൻ വിളിച്ചു പറഞ്ഞില്ല. കുറച്ച് നേരം സംസാരിച്ച് വെച്ചു. ഇവർക്ക് ടെൻഷനായി. എനിക്ക് ഇവർ പെട്ടെന്ന് തന്നെ എന്റെ ടാബ്ലറ്റ്സ് എടുത്ത് നോക്കാൻ പറഞ്ഞു. ടാബ്ലറ്റ്സ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ ക്ഷീണം കിടക്കുന്നു. അപ്പൊ ഇവര് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ടാബ്ലറ്റ്സ് ഒന്നും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഉള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇയാളെ വിളിച്ചു. ഇയാൾ ഫോൺ എടുത്തില്ല. ആ സമയത്ത് ഒടുവിൽ പോലീസുകാർ വന്നിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് ഞങ്ങൾ ലിവിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഹിന്ദു മാരേജ് ആക്കി ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കഴിച്ചു. ഞങ്ങളുടെ കേസിലും കുട്ടത്തിലല്ല. എന്നെ പിടിച്ച് പോലീസ് കൊണ്ടുപോയി അവർക്ക് ടോർച്ചർ ചെയ്തു. എന്റെ വീട്ടിലും പോലീസ് കയറി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അനുഭവിച്ച് ഇയാളുടെ കൂടെ നിന്ന് ഒരുതവണ പോലും തള്ളി പറയാത്ത എന്നെ ഇയാൾ പറയും ലിവിംഗ്. ഞാനിപ്പോൾ ആ പോലീസുകാരെ നീ അല്ലാതെ ആരെങ്കിലും ഇതിനൊക്കെ നിൽക്കുമോ മോളെ. അതിനുശേഷം ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് എന്നെ അയാൾ വന്നില്ല കൂട്ടാൻ. അങ്ങനെ എന്റെ നാട്ടിലുള്ള പാർട്ടിക്കാര് കോളേജിലെ ഞങ്ങളുടെ ലോ കോളേജിലെ ചെയർമാൻ അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിക്കാരൊക്കെ വന്നിട്ടാണ് എന്നെ ഹോസ്റ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. ഇത് ദിവസം എങ്ങോട്ടെന്ന് അറിയാതെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി എന്റെ ഫ്രണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി സേഫ് ആക്കാന്ന് വേണ്ടി പോകുന്ന സമയത്ത് അർജുന എനിക്ക് എന്നെ വിളിച്ചിട്ട് വന്നു. അമല വീട്ടിലേക്ക് നീ വായിരിക്കുന്നവർ സംസാരിക്കാനുണ്ട്. അങ്ങനെ ഞാൻ അന്നൊരു ഹോട്ടൽ റൂമിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഇയാളുടെ അടുത്ത് പോയി. ഇയാൾ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇയാൾ എന്നോട് സംസാരിച്ചു. എന്നെ ഭയങ്കര സ്നേഹത്തിനോട് നമുക്ക് ആദ്യം കണ്ണൂരേക്ക് പോവാം, എന്നിട്ട് പ്രണവിന്റെ വീട്ടിൽ കുറച്ച് ദിവസം നോക്കി. ഒട്ടാണ് പ്രണവിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. പ്രണവിന്റെ വീട്ടിൽ 1-2 ദിവസമൊക്കെ നിർത്തി. ഞാൻ ആ സമയത്ത് ഭയങ്കര ഭക്തി കൊണ്ട് ഫീൽ ചെയ്തു. കാരണം ദൈവത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയാൾ തിരിച്ചിട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ അയാളുടെ വീട്ടിൽ 2 ദിവസം ഗുളികനൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. ഗുളികനൊക്കെ എല്ലാം മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഗുളികനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ഇയാളുടെ അമ്മ എന്നെ മാക്സിമം ടോർച്ചറിൽ അവസാനം എനിക്ക് ഗുളികനറിയാം. എന്റെ സത്യസന്ധതാനിക്കട അമ്മ പറയും. ഞാൻ ഗുളികനൊക്കെ ശരിക്കും വന്നിട്ടുണ്ടല്ലോ, ഒന്ന് ചാട്ടവാറിനില്ല ആ സ്ത്രീ. അതാണ് കേട്ടോ. അപ്പം സോറി, ലൈവിൽ എന്തോ പ്രശ്നം വന്നിട്ട് പോയതാണ് അത്. ആക്ച്വലി ഞാനിപ്പോൾ വന്നത് എനിക്ക് എന്ത് സംഭവിച്ചാലും എന്ന് വെച്ചാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അർജുനായിരിക്കും, അർജുനായുടെ സുഹൃത്തുക്കൾക്കും അയാളുടെ വീട്ടുകാർക്കും ആയിരിക്കും. ഞാനൊരു വളർത്തുന്ന സ്റ്റേഷനിലാണുള്ളത്. എന്നെ ഇവിടുന്ന് വിളിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ മാതൃഭൂമിയിൽ ന്യൂസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ പേടിയൊന്നുമില്ല, എങ്കിലും ടെൻഷൻ അടിച്ചിട്ടാണുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു. ശരിക്കും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടായിരിക്കും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പുള്ളിക്ക് മുമ്പൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി പുള്ളി ആ പെൺകുട്ടിയായിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കെടുത്ത് അയച്ചു. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താ പറയുക, ഞാൻ ആ പെൺകുട്ടിയുടെ ഒരു കാര്യം ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. കാരണം മാക്സിമം ഞാൻ ടോക്സിക് ആണെന്ന് ഞാൻ അയാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോസ്റ്റ് ഇടുന്നുണ്ട്. മറ്റുള്ളവരോട് പറയുന്നതെല്ലാം പോലെ 2 തവണ ഞാൻ അബോർഷൻ ചെയ്തു പറഞ്ഞത് എനിക്ക് ഭ്രാന്തായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു എന്നാണ് ഇയാൾ എല്ലാവരോടും പറയുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇയാൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഇയാളുടെ സുഹൃത്തുക്കൾ വഴി ഞാൻ അറിഞ്ഞതാണ്. ഇങ്ങനെയാണ് അർജുൻ പറയുന്നത്. എനിക്ക് ഭ്രാന്താണ് എങ്കിൽ പോലും സ്വന്തം കുഞ്ഞിനെ ഞാൻ വയറ്റിൽ വെച്ച് കൊന്നു കളയാനുള്ള ധൈര്യം കാണിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് ഭ്രാന്തായി പോയാൽ എൻ്റെ അത്രയും വലിയ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ ഞാനിപ്പോൾ വളർത്തുന്ന സ്റ്റേഷനിൽ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് മുന്നോട്ട് സർവൈവ് ചെയ്യണം. എൻ്റെ അമ്മയും വീട്ടുകാരെ അപമാനിച്ച് ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങി വന്ന ആളാണ് ഞാൻ. ഒരു നല്ല ആളുടെ കൂടെയാണ് ഇറങ്ങി എനിക്ക് പ്രശ്നമില്ല. വീട്ടിൽ ഒരു പോലീസ് കേസ്, എൻ്റെ വീട്ടിൽ പോലീസ് കയറി, എൻ്റെ അമ്മയുടെ പാസ്പോർട്ട് എടുത്ത് അതിൻ്റെ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയും കുറേ ഫേസ് ചെയ്തു. പോലീസുകാരെ ഞാൻ കുറ്റം പറയില്ല, അവർക്ക് അവരുടെ പണിയെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ വീട്ടുകാർക്കുണ്ടായി. എന്നിട്ട് കൂടി എൻ്റെ അമ്മ ഇപ്പോഴല്ല ആ സമയത്തൊന്നും ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ കാരണം ഇത്രയും അനുഭവിച്ചുകൊണ്ട് സ്റ്റഡിയും ഡ്രോപ്പായിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ കോമ്പൻസേഷൻ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ. അപ്പോൾ ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള അപ്പോൾ എനിക്ക് ചിലവിനുള്ള പൈസ 1000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇടാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് പോകാൻ പോലും എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. എനിക്ക് എൻ്റെ അമ്മയുടെ വാങ്ങാൻ എൻ്റെ അമ്മ ചോദിച്ചാൽ തരും. പക്ഷേ ഇത്രയും ഞാൻ ആ സ്ത്രീയെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇനി ഞാൻ അവരുടെ നിന്ന് പൈസ വാങ്ങുന്നത് മോശമാണ്. അതുകൊണ്ട് ഞാൻ ഈ പുള്ളിക്കാരനോട് വളർത്തണ കേസ് വിളിച്ച് സംസാരിച്ചപ്പോൾ 1000 രൂപ തരാം പോകാനുള്ളതെന്നാണ് പറഞ്ഞത്. ബാക്കി തരാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. തന്നല്ലേ പറ്റും. കാരണം നമ്മൾ എല്ലാം അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കുറേ അനുഭവിച്ച് കസ്റ്റംസ് എൻ്റെ വീട്ടിൽ കയറി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് പോലും ഞാൻ ആരെയും ടോർച്ചർ ചെയ്യാനോ ആരെയും ഉപദ്രവിക്കാനോ
സാർക്കെതിരെ തെളിവ് കൊടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. കഴിവില്ലാഞ്ഞിട്ടോ ധൈര്യമില്ലാഞ്ഞിട്ടോ ആയിരുന്നില്ല, ഭർത്താവ് എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് കൂടിയായിരിക്കാം. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിന്റെ കൂടെ ഇന്നലെ അയാൾ ഇൻസ്റ്റയിലിട്ട പോസ്റ്റും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. പ്രണയം മറക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചു ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പറ്റിച്ച് ഞാൻ ഇയാളോട് റിലേഷൻ ഉള്ള സമയത്ത് എന്റെ സ്വർണ്ണം വിറ്റുവരെ ഞാൻ ഇയാളുടെ വണ്ടിയുടെ ലോൺ അടയ്ക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഹെഡ്സെറ്റ് വാങ്ങാൻ ഹെഡ്സെറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തത്. എന്നെ കാണാൻ എറണാകുളത്ത് വന്നിട്ട് പോകുമ്പോൾ 2000 നോട്ട് എണ്ണി നോക്കാതെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അർജുൻ ആന്റി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്റെ അടുത്ത് പലതവണ, ഒരു തവണ ഇവരുടെ മാമന്റെ തലേ ബക്കറ്റ് വീഴുന്നു പറഞ്ഞ് എന്നെ വിളിച്ചു. 20,000 രൂപ സ്പോട്ടിൽ കൊടുത്തു ഞാൻ. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് മാക്സിമം എത്ര രൂപ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പൈസയുള്ള ആളായിട്ടൊന്നും അല്ല. പിന്നെ എന്റെ കയ്യിൽ എന്റെ അമ്മ എനിക്ക് ചെലവിന് തരുന്ന പൈസ മുഴുവൻ ഞാൻ ഇവന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പ്രണയമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. അല്ലാതെ ഇവൻ പഴയ കാമുകി ഇപ്പോഴും പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇവന്റെ കൂടെ 3 വർഷം ജീവിച്ചത്. 3 വർഷം ഇവന്റെ ടോക്സിക് ആയിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റ്, ഫിസിക്കൽ ഹരാസ്മെന്റ്, മെന്റൽ ഹരാസ്മെന്റ്, ഇമോഷണലി എന്നെ തളർത്തി കളയുക, എന്റെ വിദ്യാഭ്യാസം പോലും നിർത്തിവെക്കുക, അങ്ങനെ എന്നെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാവോ അങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്തിട്ട് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് പൂട്ടിയിട്ടിട്ട് ഇവരും എന്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ട്, സുഹൃത്തിന്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട്, അത് എടുത്ത് പറയണമല്ലോ. അപ്പം അങ്ങനെ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് പൂട്ടിയിട്ടു. അത്രയും ചെയ്തിട്ടും ഇന്നലെ രാത്രി വരെ എനിക്ക് എന്റെ അജുവേട്ടനെ വേണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഒരു തവണ പോലും ഇയാൾക്കെതിരെ എവിടെയും ഞാൻ പരാതി കൊടുത്തില്ല. ഇപ്പൊ കൂടി ഞാൻ അയാളോട് വന്നത് പരാതി കൊടുക്കാൻ വന്നതല്ല. ഞാൻ പരാതി കൊടുക്കാൻ വന്നതല്ല സാർ. എനിക്ക് എന്റെ ചെലവിനൊന്നും എനിക്ക് പൈസ ഇല്ല. എനിക്ക് എന്റെ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അതിന് സാറിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ആ പുള്ളിക്കാരൻ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഞാൻ ആ ഫോട്ടോയും കൂടെ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 3 വർഷം അവൻ എന്റെ കൂടെ ജീവിച്ച് അവന്റെ എല്ലാ സെക്ഷൽ വൈകൃതങ്ങളും അവൻ എന്റെ അടുത്ത് തീർത്ത് എന്നെ മാക്സിമം ടോർച്ചർ ചെയ്ത് എന്റെ കല്യാണ ഫോട്ടോ വേണ്ടി ഇപ്പോഴത്തെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം ദുരിതം ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന്. അവന്റെ അമ്മയിൽ നിന്നും ഏട്ടനിൽ നിന്നും ആ അനിയനൊക്കെ പാവമാണെന്ന് ഞാൻ കരുതുന്നത്. ആ ചെക്കന്റെ വായിന് തിമ്മല വന്ന വർത്താനം എടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത്. അങ്ങനെ എല്ലാവരും നിന്നും ടോക്സിക് അനുഭവിച്ചിട്ടും അവൻ ഇപ്പോഴും ആ പെൺകുട്ടിയായിട്ട് ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അവന്റെ കൂടെ ജീവിക്കുമ്പോഴും അവന്റെ കയ്യിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവൻ എന്തായിട്ടാണ് എന്നെ കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആ ഫോട്ടോ ഇതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയക്കുന്നവർക്ക് മനസ്സിലാവും നിങ്ങളുടെ അർജുനെങ്കിൽ പാവമാണ്, ഞങ്ങളുടെ സഖാവാണ് എന്ന് പറയുന്നവർക്ക് മനസ്സിലാവും എന്താണ് ഇതിന്. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാനൊരു സൂയിസൈഡ് പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഇയാൾ മാത്രമായിരിക്കും അത് ഉത്തരവാദി. ഇയാളുടെ കുടുംബവും ഇയാളുടെ സുഹൃത്തുക്കളുടെ പേര് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലൈവിൽ പെട്ടവർ ഇയാളുടെ ഫാമിലി ആയിരിക്കും. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഞാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും. കാരണം അത്രയും ഭീഷണി വന്നിട്ടുണ്ട് എനിക്ക്. ഓക്കെ, അതാണ് ഒരു പെണ്ണ് എന്തും സഹിക്കും. പക്ഷെ താനുണ്ടായിരിക്കും തന്നെ ഭർത്താവിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പെണ്ണിനും അത് താങ്ങാനാവില്ല. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ് അല്ലേ. ഒരുപാട് ടോർച്ചറിങ്ങും കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും എല്ലാം അർജുൻ ആയിയുടെ കുടുംബവും ഈ പറയുന്ന അമ്മനോട് ചെയ്തിട്ടും അമ്മൻ അതെല്ലാം സഹിച്ച് അർജുൻ ആയിയുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഏതുവരെ അർജുൻ ആയിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിയുന്നത് വരെ. അതറിഞ്ഞതോടെ എല്ലാം കൊണ്ടും അവളങ്ങ് തകർന്നു പോയി എന്നുള്ളതാണ്. അതോടുകൂടി ആയിരുന്നു ഈ ബന്ധം വേണ്ടെന്ന് അവൾ തീരുമാനിച്ചത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഇവനെ പോലുള്ള ക്രിമിനലുകളെ നിങ്ങൾ ആരും വളരാൻ അനുവദിക്കരുതെന്ന് മാത്രമേ അവസാനം എനിക്ക് പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഇവനെ പോലുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലും മറ്റും സപ്പോർട്ട് കൊടുക്കാതിരിക്കുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തിട്ട് ടോപ്പിക് വീണ്ടും കാണാം.